ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് IBPS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ ക്ലർക്ക് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ബാങ്കുകളിലൊക്കെ ജോലി കിട്ടാനുള്ള സാധ്യതയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മലയാളത്തിലൊക്കെ എക്സാം എഴുതാൻ കഴിയും എന്ന് പറയുന്നുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് ടോട്ടൽ 6128 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കേരളത്തിൽ 106 ഒഴിവുകളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡായ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക, കാരണം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നോട്ടിഫിക്കേഷനൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കിയ ശേഷം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യാൻ നോക്കാം. നോട്ടിഫിക്കേഷൻ പറയുന്നത് CRP Clerks 14 കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് ഫോർ റിക്രൂട്ട്മെൻറ്റ് ഓഫ് ക്ലർക്സ് ഇൻ പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്സ് ഫോർ വേക്കൻസീസ് 2025-2026 ആണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് www.ibps.in ആണ് പറഞ്ഞിട്ടുള്ളത്. തൊട്ട് താഴെ ടേബിൾ കോളം കാണാം, അവിടെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ രജിസ്ട്രേഷൻ ഇൻക്ലൂഡിംഗ് എഡിറ്റ് മോഡിഫിക്കേഷൻ ഓഫ് അപ്ലിക്കേഷൻ ബൈ കാൻഡിഡേറ്റ്സ് പറഞ്ഞിട്ടുള്ളത് 1/7/2024 മുതൽ 21/7/2024 വരെയാണ്. പേയ്മെൻറ്റ് ഓഫ് അപ്ലിക്കേഷൻ ഫീസിൻ്റെ കാര്യം പറഞ്ഞ് സെയിം ഡേറ്റാണ് 1/7/2024 മുതൽ 21/7/2024 പറഞ്ഞിട്ടുള്ളത്. പിന്നെ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് 12/8/2024 മുതൽ 17/8/2024 പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കോൾ ലെറ്റേഴ്സൊക്കെ ഓൺലൈൻ എക്സാമിനേഷൻ്റെ കോൾ ലെറ്റേഴ്സ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഡേറ്റ്, അതായത് പ്രിലിമിനറി എക്സാമിനേഷൻ ഓഗസ്റ്റ് 2024 പറഞ്ഞിട്ടുള്ളത്. പ്രിലിമിനറി എക്സാമിനേഷൻ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ഓഗസ്റ്റ് 2024 ഈ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ഓൺലൈൻ റിസൾട്ട് വരുന്നത് സെപ്റ്റംബർ 2024 പറഞ്ഞിട്ടുള്ളത്. പിന്നെ മെയിൻ എക്സാമിനേഷൻ്റെ കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യാനുള്ള ഡേറ്റ് സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ 2024 പറഞ്ഞിട്ടുള്ളത്. മെയിൻ എക്സാമിനേഷൻ ഓൺലൈൻ വരുന്നത് ഒക്ടോബർ 2024 പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് വരുന്നത് ഏപ്രിൽ 2025 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ ബാങ്ക്സാണ് ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, യൂക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഈ IBPSൻ്റെ ക്ലർക്കിൽ എന്ന പോസ്റ്റിലേക്കൊക്കെയുള്ള വേക്കൻസീസ് വരുന്ന ബാങ്കുകൾ. പിന്നെ ഈ പോസ്റ്റിലേക്കൊക്കെ അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് പറയുന്നത് മിനിമം 20 വയസ്സും മാക്സിമം 28 വയസ്സാണ് പറയുന്നത്. അതായത് കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ 27/1996 ആൻഡ് 17/2004 ആണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഇടയിൽ കാൻഡിഡേറ്റ്സിന് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ 2 ഡേറ്റ്സും ഇൻക്ലൂഡിങ് ആണ്. പിന്നെ ഓരോ കാറ്റഗറിക്കുള്ള ഏജ് റിലാക്സേഷനും കാര്യങ്ങളും പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കാണാൻ പറ്റും. അത് വായിച്ച് നോക്കി ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. പിന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്ലിക്കേഷൻ ഫീസിൻ്റെ കാര്യം പറയുന്നുണ്ട്. SC വിഭാഗം, ST വിഭാഗം, PWBD, ESM, DSM കാൻഡിഡേറ്റ്സൊക്കെ 175 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റ് കാൻഡിഡേറ്റ്സിന് 850 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസിൻ്റെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എക്സാമിനേഷൻ്റെ സ്ട്രക്ചർ പറയുന്നുണ്ട്. പ്രിലിമിനറി എക്സാമിനേഷൻ്റെ കാര്യമാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്. മീഡിയം ഓഫ് എക്സാമിനേഷൻ ഇംഗ്ലീഷാണ്. 30 ക്വസ്റ്റ്യൻസ് 30 മാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. ടൈം അലോട്ട് ചെയ്തിട്ടുള്ളത് 20 മിനിറ്റാണ്. പിന്നെ ന്യൂമറിക്കൽ എബിലിറ്റി ഇംഗ്ലീഷാണ്. മീഡിയം ഓഫ് എക്സാമിനേഷൻ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 35, 35 മാർക്ക് 20 മിനിറ്റാണ്. പിന്നെ റീസണിങ് എബിലിറ്റി 35 ക്വസ്റ്റ്യൻസ് 35 മാർക്സ് 20 മിനിറ്റാണ്. ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആണ്, 100 മാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. 60 മിനിറ്റാണ് ടോട്ടൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ മെയിൻ എക്സാമിനേഷനും ഒബ്ജക്റ്റീവ് ടൈപ്പാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ജനറൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അവയർനെസ് ഉണ്ടാവും. മീഡിയം ഓഫ് എക്സാമിനേഷൻ ഇംഗ്ലീഷാണ്. 50 ക്വസ്റ്റ്യൻസ് 50 മാർക്ക് 35 മിനിറ്റ്സ്. പിന്നെ ജനറൽ ഇംഗ്ലീഷ്, മീഡിയം ഓഫ് എക്സാമിനേഷൻ ഇംഗ്ലീഷ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 40 മാർക്കാണ് മാക്സിമം പറഞ്ഞിട്ടുള്ളത്, 35 മിനിറ്റ്സ്. റീസണിങ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് മീഡിയം ഓഫ് എക്സാമിനേഷൻ ഇംഗ്ലീഷാണ്. 50 ക്വസ്റ്റ്യൻസ് 60 മാർക്ക് 45 മിനിറ്റ്. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 50 ക്വസ്റ്റ്യൻസ് 50 മാർക്ക് 45 മിനിറ്റ്. ടോട്ടൽ 190 ക്വസ്റ്റ്യൻസ് 200 മാർക്ക് 160 മിനിറ്റ്സാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഓരോ സ്റ്റേറ്റിലും വരുന്ന മീഡിയം ഓഫ് എക്സാമിനേഷൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. കേരളത്തിലുള്ളവർക്ക് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളത്തിലൊക്കെ എഴുതാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരുപാട് ടേബിളർ കോളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്റ്റേറ്റിലും നേരത്തെ പറഞ്ഞ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ബാങ്കുകളിൽ വന്ന വേക്കൻസികളാണ്. അപ്പോൾ കേരളത്തിൽ വരുന്നത് ബാങ്ക് ഓഫ് ബറോഡയിൽ വേക്കൻസികളൊന്നുമില്ല. പിന്നെ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ടോട്ടൽ 7 വേക്കൻസി, ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ വേക്കൻസി ഇല്ല, കാനറ ബാങ്കിൽ ടോട്ടൽ 20 വേക്കൻസി, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 35 വേക്കൻസി, ഇന്ത്യൻ ബാങ്കിൽ വേക്കൻസികളില്ല, ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ 34, പഞ്ചാബ് നാഷണൽ ബാങ്കിൽ 10, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിലില്ല, യൂക്കോ ബാങ്കിലില്ല,
യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലും ഇല്ല. അങ്ങനെ ടോട്ടൽ 106 വേക്കൻസികളാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഓരോ കാറ്റഗറിക്കുള്ള വേക്കൻസികൾ സ്പിറ്റ് പോയിൽ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ നോക്കി മനസ്സിലാക്കി അപ്ലൈ ചെയ്യാം. പിന്നെ അടുത്ത ടേബിൾ കോളത്തിൽ കേരളത്തിൽ പ്രിലിമിനറി എക്സാമിൻ്റെയും മെയിൻ എക്സാമിൻ്റെയൊക്കെ സെൻറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പ്രിലിമിനറി എക്സാം നടക്കുന്ന സെൻറ്റേഴ്സ് ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂരാണ്. മെയിൻ എക്സാമിനേഷൻ നടക്കുന്നത് കൊച്ചി, കോഴിക്കോട്, ട്രിവാൻഡ്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പോസ്റ്റിലേക്ക് നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, കാര്യങ്ങളൊക്കെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.